ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ സയൻ്റെ ഓഫീസിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതൊക്കെയാണല്ലോ കാണിച്ചിരുന്നത്. ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സയൻ്റെ ഓഫീസൊക്കെ കാണിച്ചുകൊണ്ടാണ്. സയൻ കിഡ്നാപ്പറിന്റെ, അതായത് ഹീജുവിന്റെ കോളിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സയൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ആണെങ്കിൽ ആ കോളൊക്കെ ട്രേസ് ചെയ്യാനും അതിലെ വോയിസ് മോഡുലേറ്റർ ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ജോലിയിലൊക്കെയാണ്. അവിടേക്ക് കിഡ്നാപ്പർ ഒരു ഡെലിവറി ബോയ് രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അവരുടെ ഓഫീസിലെ ഡോറൊക്കെ ആരെ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ട് സ്റ്റാഫ് അവിടെ പോയി നോക്കുമ്പോൾ ആരെ തന്നെ കാണുന്നില്ല. പകരം ആരോ ഒരു പിസ്സ ബോക്സ് ഒക്കെ അവിടെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ പിസ്സ ബോക്സ് എടുത്ത് സ്റ്റാഫ് വന്നിട്ട് ആരെങ്കിലും പിസ്സ ഓർഡർ ചെയ്തിരുന്നോ, ഇത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ നടക്കുന്നത്. സായോന്റെ റൂമിലേക്കൊക്കെ ആ തീയൊക്കെ ആളി വന്ന് അവിടെ ഫുള്ള് തീ പിടിക്കുകയാണ്. ഈ സൗണ്ടാണ് ഹീറ്റ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൾ കേട്ട സൗണ്ട്. ധോതി സയോനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. സയോൻ അങ്ങനെ ബോധമൊക്കെ വന്ന് എന്താ സംഭവിച്ചത്, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒരു അപകടമൊന്നും പറ്റിയിട്ടില്ല, ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് ധോതി സയോന് CCTV ഫൂട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ കിഡ്നാപ്പർ ക്യാമറ നോക്കി ഹായ് എന്നും തന്നെ കൊല്ലുമെന്നൊക്കെയുള്ള സൈനൊക്കെ കാണിക്കുന്നുണ്ട്. സയൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഹീജു സേഫായി വീട്ടിലെത്തി നോക്കുമ്പോൾ അവരുടെ ബോഡി ഗാർഡ്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഹീജു 10:49 തന്നെ വീട്ടിൽ സേഫായിട്ട് എത്തിയെന്ന്. സയാൻ ഓഫീസിൽ നിന്ന് പോവാൻ നോക്കുമ്പോൾ ദോജ അവനെ തടയുന്നുണ്ടെങ്കിലും നീ എന്താ പറഞ്ഞത്, ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ, അവൻ എന്റെ ഓഫീസിൽ വരെ വന്നു, എന്റെ സ്റ്റാഫ്സിനെ ഒക്കെ പരിക്കേൽപ്പിച്ചു, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നാണോ, ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ആവാതെ എങ്ങനെയൊക്കെ അവനെ പെടുത്താമെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സയാൻ വീട്ടിലേക്ക് എത്തുന്നത്. സയാൻ വീട്ടിലെത്തി ഹീജുവിനെയും പൊക്കിയെടുത്ത് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് എനിക്കറിയാത്തൊരു ഹീജു ഉണ്ടോ എന്ന് എനിക്ക് ഇന്ന് തന്നെ അറിയണം, അതിനെന്നോട് കോർപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളുടെ സ്കേർട്ടൊക്കെ മാറ്റുമ്പോൾ അവൾ തടയുന്നുണ്ടെങ്കിലും സയാൻ അവളെയും പൊക്കിയെടുത്ത് ബെഡിലൊക്കെ കൊണ്ടുവിടുകയാണ്. അവളൊരു ബുക്ക് എടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏതൊരു ക്രേസി മാൻ എന്റെ ഓഫീസിലൊക്കെ ബോംബ് ഇട്ടു എന്നൊക്കെ സയൻ പറയുന്നുണ്ട്. അതാ കിഡ്നാപ്പർ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നൊക്കെ സയൻ പറയുന്നുണ്ട്. ഇനി മുതൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നീ ആൻസർ ചെയ്യണം. നിനക്ക് ആ കിഡ്നാപ്പറിനെ അറിയില്ല എന്നല്ലേ പറഞ്ഞത്, നീ അവന്റെ ഫേസ് കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, പക്ഷേ ആ കിഡ്നാപ്പർ നിന്നെ നന്നായിട്ട് അറിയാമല്ലോ, അവന് നിന്റെ പ്രൈവറ്റ് കാര്യങ്ങൾ വരെ നന്നായിട്ട് അറിയാമല്ലോ എന്നും പറഞ്ഞ് സയൻ അവളുടെ സ്കേർട്ടൊക്കെ പതുക്കെ മാറ്റി നോക്കുന്നുണ്ട്. ഹീജു ആണെങ്കിൽ കാര്യങ്ങളൊക്കെ കോംപ്ലിക്കേറ്റ് ആവുകയാണല്ലോ, അവൻ ആ പിക്ചറിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എന്നൊക്കെ ഓർത്ത് ഓരോ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അവസാനം അവൾ രണ്ടും കൽപ്പിച്ചാണ് തള്ളി മാറ്റാണ്. നീ എന്താ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ബുക്ക് എടുത്തിട്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. കിഡ്നാപ്പറിന് എന്നെ കുറിച്ച് എന്തറിയാമെന്ന് നീ പറയുന്നേ, നീ എന്താ ഇപ്പൊ നോക്കാൻ ശ്രമിക്കുന്നേ, അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്തു, നിന്റെ ഓഫീസിൽ ബോംബും വെച്ചു, എന്നിട്ട് നമ്മൾ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഹീജി ചോദിക്കുന്നത് കേട്ട് അപ്പൊ ഞാൻ എന്താ നോക്കുന്നതെന്നും ഞാൻ എന്താ പറയുന്നതെന്നും ഒക്കെ നിനക്ക് അറിയില്ലല്ലേ എന്ന് സയൻ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ഹീജ് തലയാട്ടുന്നു. അപ്പോഴാണ് സയന്റെ ഫോണിലേക്ക് ദോജയെ വിളിക്കുന്നത്. സയൻ ഹീജിന് സ്കേർട്ടൊക്കെ റെഡിയാക്കി കൊടുത്ത് അവളോട് സോറിയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഹീജ് ഒരു 1.5 ലക്ഷപ്പെടലാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 6 മാസമായിട്ട് ഇതുപോലത്തെ ഇൻസിഡൻസ് ഒക്കെ ഈ ഏരിയയിൽ നടന്നിട്ടുണ്ട് എന്നും പോലീസ് കോൾ റെക്കോർഡിങ്സ് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യുക എന്നൊക്കെ തോന്നി ചോദിക്കുമ്പോൾ ഒറിജിനൽ കോൾ റെക്കോർഡിങ്സ് ഒരിക്കലും കൊടുക്കരുത്, ഞാൻ എഡിറ്റ് ചെയ്തു തന്ന റെക്കോർഡിങ്സ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, നമ്മുടെ അടുത്ത് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ സയൻ പറയുന്നത് ഹീജ് പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ സയൻ കോളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ എന്നൊക്കെ ഹീജ് വിചാരിക്കുകയാണ്. ഹീജു അവളുടെ കയ്യിൽ നിന്ന് വീട് പൊട്ടിയ ഗ്ലാസ് ഒക്കെ പെറുക്കുമ്പോൾ സയൻ അവിടേക്ക് വന്നിട്ട് നിന്റെ ഫോൺ എടുത്തിട്ടാ എന്നൊക്കെ പറയുമ്പോൾ ഫോണോ, ഇനി അതിലെന്ത് ചെക്ക് ചെയ്യാനാ എന്നൊക്കെ ഹീജു ഓർക്കുന്നുണ്ടെങ്കിലും അതിന് വല്ല ഹാക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാ എന്ന് പറയുമ്പോൾ ഹീജു ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സയൻ ആ ഗ്ലാസ് ഒക്കെ പെറുക്കുകയാണ്. നീ എല്ലാത്തിലും കെയർലെസ് ആണല്ലോ, നീ നിന്റെ കൈ കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നീ ഓർക്കണം എന്നൊക്കെ സയൻ ഹീജുവിനോട് പറയുന്നുണ്ട്. ഇനി നിനക്ക് വർക്കിനൊന്നും പോകാനില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് സയൻ അവിടെ പോവുകയാണ്. ഹാക്ക് ചെയ്യാനോ എന്തൊക്കെ അവൻ അങ്ങനെ ഒരു ഐഡിയ ഇപ്പൊ തോന്നിയത് എന്ന് ഓർക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് ഇനി ആ ഫോട്ടോ കൊണ്ടാണോ എന്ന്. അവൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഫോണിൽ നിന്നും ഫോട്ടോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഫോണൊക്കെ പവർ ഓഫ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. കിഡ്നാപ്പർ മീനൊക്കെ കട്ട് ചെയ്താണ് കാണിക്കുന്നത്. അപ്പൊ കിഡ്നാപ്പറിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ കിഡ്നാപ്പർ ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണ്,
ഫയർ ഇൻസിഡന്റ് ഒക്കെ കണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഇനി മുതൽ ഒറ്റയ്ക്കുള്ള പോലെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ അപ്പുറത്ത് നിന്നും ഒരാൾ മെസ്സേജ് ചെയ്യുകയാണ്. ആ ആളെ മാസ്റ്റർ എന്നൊക്കെയാണ് കിഡ്നാപ്പർ വിളിക്കുന്നത്. എന്നെ ഒഴിവാക്കിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കിഡ്നാപ്പർ ചോദിക്കുമ്പോൾ ഞാൻ നിനക്കൊരു പണി തരാം എന്നൊക്കെ ആ മാസ്റ്റർ പറയുന്നുണ്ട്. അതൊക്കെ വായിച്ച് കിഡ്നാപ്പർ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ അവൻ്റെ ഓഫീസിൽ നിന്ന് ഹീജുവിൻ്റെ ഫോണിൽ എന്തെങ്കിലും ഹാക്കിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവരുടെ ഫോൺ നോക്കുമ്പോൾ അതിൽ ചാറ്റിങ്ങിൻ്റെ ആപ്പ് കാണുമ്പോൾ അത് ഓപ്പൺ ചെയ്യണോ വേണ്ടയോ എന്ന് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിലും അവൻ അത് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഓപ്പൺ ചെയ്തെന്നല്ലേ അവൻ സംഗുവിൻ്റെ ചാറ്റാണ് ഓപ്പൺ ആക്കുന്നത്. സംഗു അവൾക്ക് ഹീജുവും സംഗുവും കുറെ കുട്ടികൾ നിൽക്കുന്ന ഒരു നൂറി ഡ്രീം സെന്ററിന്റെ മുമ്പിലുള്ള ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. ഇതേ സമയമാണ് സംഗു HBCയുടെ കൂടെ ഒരു ക്രൈം കേസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ ഇതുവരെ നിങ്ങളുടെ ചാനലിൽ വെളിപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ട് യൂറി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചാനലിൽ പറയാത്ത കാര്യം നമ്മളുടെ ചാനലിൽ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഇത് കേട്ട് സംഗു ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ യൂറി ചോദിക്കാണ് എന്താണ് ആ കാര്യമെന്ന്. അത് കേട്ട് സംഗു എന്താണ് എന്ന് ചോദിക്കാതെ എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ റിവീൽ ചെയ്യാത്തത് എന്ന് ചോദിച്ചൂടെ എന്ന്. അത് കേട്ട് യൂറി ബുദ്ധിപരമായിട്ട് എന്താണ് ആ കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ റിവീൽ ചെയ്യാത്തതെന്ന് ഒറ്റ ചോദ്യത്തിൽ ചെന്ന് ചോദിക്കുകയാണ്. 20 വർഷം മുമ്പ് ടൗണിൽ നൂറി ഡ്രീം സെന്റർ എന്ന് പറഞ്ഞൊരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞാൻ ജീവിച്ചത് എന്ന് സംഗു പറയുമ്പോൾ അവരെല്ലാവരും സംഗുവിനെ നോക്കുന്നുണ്ട്. അത് കണ്ട് എന്താ ആദ്യമായിട്ടാണ് ഒരു ഓർഫനെ കാണുന്നത് എന്നൊക്കെ സംഗു ചോദിക്കുമ്പോൾ യൂറി ചിരിച്ചുകൊണ്ട് അല്ലല്ലോ, കണ്ടിന്യൂ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു വലിയ മാൻഷൻ ഒരു വെൽത്തി ഫാമിലി താമസിച്ചിരുന്നു. അവിടുത്തെ യങ് മാസ്റ്ററിന്റെ കൂടെ ഞാൻ ഡെയിലി കളിക്കാറുണ്ടായിരുന്നു. അവന്റെ അടുത്ത് കുറെ ടോയ്സ് ഉണ്ടായിരുന്നു. ഞാനും അവനും ഡെയിലി കളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടെ ഒരു ഭീകരമായ കാഴ്ച കാണുന്നത് വരെ കഥയിൽ മുഴുകി നിൽക്കുന്ന യൂറിയും ടീം മെമ്പേഴ്സും എന്താണത്, എന്താ നിങ്ങളന്ന് കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് സാങ്കുവിന്റെ ഫോണിൽ അലാറം അടിയുന്നത്. കഥയിൽ മുഴുകി നിന്നത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഓ മീറ്റിംഗ് കഴിഞ്ഞല്ലേ, എനിക്കൊരു ലഞ്ച് പ്ലാനും ഉണ്ടെന്ന് പറഞ്ഞ് സംഗു ഒറ്റ പോക്കാണ് അവിടെ നിന്ന്. എന്താ ഇപ്പോൾ അവിടെ നടന്നേ എന്ന് യൂറിയും ടീം മെമ്പേഴ്സും സംഗു പോയത് നോക്കി നിൽക്കുന്നുണ്ട്. സയോനാകട്ടെ ഈ നൂറി ഡ്രീം സെന്ററിനെ കുറിച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ഓർഫനേജ് ആണ് എന്നൊക്കെ സയോന് മനസ്സിലാവുകയാണ്. ആ ചാറ്റിന്റെ അവസാനം സാറ്റർഡേ ഫ്രീ ആണെങ്കിൽ നമുക്ക് ലഞ്ച് കഴിച്ചാലോ എന്നൊക്കെ സംഗു ചോദിച്ചിട്ടുണ്ട്. സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നാണല്ലോ എന്നോർത്ത് സയോൻ അവിടെ നിന്നും പോകുമ്പോഴാണ് കാങ് അവിടേക്ക് സയോന് കോഫിയായിട്ട് വരുന്നത്. സയോൻ പോകുന്നത് കണ്ട് സാറ് പോയില്ലേ, ഇനി ഈ കോഫി ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ് ഇത് നല്ല കോഫി എന്ന് പറഞ്ഞ് കാങ് ആ കോഫി കുടിക്കുകയാണ്. സയോൻ പുറത്തെത്തി സംഗു അയച്ച റെസ്റ്റോറൻറ്റിലെ മെനൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നടക്കുമ്പോഴാണ് യൂറി അവനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ട് അയച്ച മെസ്സേജ് ഒക്കെ സയോന്റെ ഫോണിലേക്ക് വരുന്നത്. അങ്ങനെ ലഞ്ചിന് വേണ്ടി ഹീജുവും സംഗുവും എത്തിയ റെസ്റ്റോറൻറ്റിലേക്ക് യൂറിയും വരികയാണ്. യൂറി അവിടുത്തെ വെയിട്രസിനോട് 2 റിസർവേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വെയിട്രസ് ടേബിൾ കാണിക്കാൻ വരുമ്പോൾ പ്രൈവറ്റ് റൂമൊന്നും ഇല്ല എന്ന് ചോദിക്കുമ്പോൾ വെയിട്രസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യൂറി നടന്നു വരുമ്പോഴാണ് സംഗുവിനെ ഹീജുവിനെ കാണുന്നത്. അവർ കണ്ണേമ്പാട് ഹീജുവിന്റെ കൂടെ ആയിരുന്നു നിങ്ങൾക്ക് ലഞ്ച് പ്ലാൻ ഒക്കെ എന്നൊക്കെ സംഗുവിനോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കോളേജ് ഫ്രണ്ട്സ് ഒക്കെയാണ് എന്നൊക്കെ സംഗു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്കും ഇന്നൊരു ലഞ്ച് പ്ലാൻ ഉണ്ട് എന്നൊക്കെ യൂറി നല്ല എക്സൈറ്റഡ് ആയിട്ട് സംഗുവിനോട് പറയുകയാണ്. എന്റെ ഗസ്റ്റ് വന്നാൽ ഞങ്ങൾ തന്നെ നോക്കി നിൽക്കരുത് കേട്ടോ, ചിലപ്പോൾ എന്റെ ഗസ്റ്റിന് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് യൂറി എക്സൈറ്റ്മെന്റിൽ അവളുടെ ടേബിളിലൊക്കെ പോയിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് സംഗു ഇന്നെന്താ ഇവിടെ സെലിബ്രിറ്റി വരുന്നുണ്ടോ എന്നൊക്കെ ഹീജുവിനോട് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അവളും പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് സയോൻ കടന്നു വരികയാണ്. സയോനെ കാണുമ്പോൾ യൂറി സയോനെ വിളിക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ കണ്ട് ഹീജു തിരിഞ്ഞു നോക്കുമ്പോൾ സയോനെ കണ്ടതും ഹീജു നന്നായിട്ട് ഷോക്കാവുന്നുണ്ട്. ഇവനെന്താ ഇവിടെ, ഇവൻ എന്നെ കണ്ട ഭാഗം നടക്കിയതെന്ന് പറഞ്ഞ് ഹീജു മുഖമൊക്കെ മറച്ചിരിക്കുന്നുണ്ടെങ്കിലും സയോൻ കറക്റ്റായിട്ട് ഹീജുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇന്റർപ്രറ്റർ ഹോം ഹീജു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സയോൻ ഹീജുവിനെ വിളിക്കുന്നത് കണ്ട് ഹീജുവും യൂറിയും സാങ്വുവും ഒരേ സമയം ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ദോജെ ബോംബ് ബ്ലാസ്റ്റിനെ കുറിച്ച് പോലീസിനോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയമാണ് അവർ
അവർ നിന്ന് ബിൽഡിങ്ങിന് താഴെ വീണ്ടും ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത്. അവരവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഒരാൾ ഓടിപ്പോകുന്നത് ദോജയെ കാണുന്നത്. ദോജ അയാൾ ഫോളോ ചെയ്തു പോയി അയാളെ പിടിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ സയോന്റെ പ്ലാന് പോലെ തന്നെ സയോനും ഹീജുവും സാങ്വും യൂറിയും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. സാങ്വു ഹീജുവിന് ഫുഡൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് സയോൺ ബൊംബാസ്റ്റിക് സൈഡ് ഐ ഒക്കെ വെച്ചിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. നിനക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് സയോൺ ചോദിക്കുമ്പോൾ യൂറി ഹീജുവും സാങ്വും കോളേജ് ഫ്രണ്ട്സൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്ക് സീ ഫുഡൊക്കെ ഇഷ്ടമാണെന്ന് സയോൺ ഹീജുവിനാണ് ചോദിക്കുന്നതെങ്കിലും സാങ്വു അതെ എനിക്ക് സീ ഫുഡ് ഇഷ്ടമാണെന്നൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്. ബൈ ദ വേ സയോൺ എങ്ങനെ ഹീജുവിനെ അറിയാം എന്നൊക്കെ സാങ്വു ചോദിക്കുമ്പോൾ ബ്രിട്ടീഷ് എംബസിയിലെ ഒരു പ്രോഗ്രാമിന് ഹീജു തന്നെ ഹെൽപ്പ് ചെയ്തിരുന്നുവെന്നും അന്നു മുതൽ ഹീജുവിന് ഒരു ട്രീറ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ സയോൺ പറയുകയാണ്. ഞാൻ വന്നത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്നൊക്കെ സയോൺ ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ സാങ്വു പറയുന്നുണ്ട്. സാങ്വു സയോന് വൈനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും സയോൻ തൻ്റെ ഗ്ലാസ്സൊക്കെ കമഴ്ത്തി വെച്ച് ഞാൻ ഡേ ടൈമിൽ ഡ്രിങ്ക് ചെയ്യാറില്ല എന്ന് പറയുന്നു. സാങ്വു നാണം കെടാതിരിക്കാൻ ഹീജു തൻ്റെ ഗ്ലാസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ടേബിൾ വേണമെങ്കിൽ മാറാം എന്നൊക്കെ സാങ്വു ഹീജുവിനോട് സൈൻ ലാംഗ്വേജിൽ ചോദിക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഹീജു പറയുന്നുണ്ട്. ഇതൊന്നും സയോന് തീരെ തന്നെ പിടിക്കുന്നില്ല. ഇത് കണ്ട് സയോൻ നിനക്ക് സൈൻ ലാംഗ്വേജ് അറിയാമെന്ന് തോന്നുന്നു, നീ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ ആണോ എന്നൊക്കെ സാങ്വുവിനോട് ചോദിക്കും. അല്ല എന്ന് പറയുന്നു. എടുത്തി വഴിക്ക് പിന്നെന്താ നിന്റെ ജോലി എന്ന് ചോദിക്കുന്നത് കേട്ട് യൂറി ആൻസർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിലും സാങ്വു തന്നെ ഞാൻ ഡോക്ടറാണെന്ന് പറയുകയാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് സയോൻ ചോദിക്കുമ്പോൾ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് ചോദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ഷോക്കാക്കുന്നതായിരുന്നു. നീ മാരീഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്തേ നീ എന്നിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നാണ് സാങ്വു ചോദിക്കുന്നത്. അതെ എന്ന് സയോൺ പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ വഷളാവാൻ പോകുന്നത് കണ്ട് ഹീജു ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവളുടെ വൈൻ ഗ്ലാസ് ഒക്കെ അവിടെ നിന്ന് തട്ടി വിടുന്നുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോയി വരാം എന്നൊക്കെ പറഞ്ഞ് ഹീജു എഴുന്നേൽക്കുന്നുണ്ട്. ആക്ച്വലി അവൾ സയോനെ മാറ്റി നിർത്തി സംസാരിക്കാനൊക്കെയാണ് പോകുന്നത്. അവൾ സയോനെ നോക്കി നിൽക്കുമ്പോൾ സയോനാണെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ടും ഞാൻ ഇവിടുത്തെക്കാരനല്ല എന്ന മട്ടിലൊക്കെ ഇരിക്കുകയാണ്. ആ സമയം സയോന് ദോജയുടെ കോൾ വരികയാണ്. കോൾ ചെയ്യാൻ സയോൻ മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. ദോജെ അവിടെ നടന്ന ഇൻസിഡന്റിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഒരാളെ പിടിച്ചിട്ടുണ്ട് എന്നും അയാളുടെ വീട്ടിൽ നിന്നും കുറെ ഹോം മെയ്ഡ് ബോംബ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സയോൺ പറയുന്നത് അയാളായിരിക്കില്ല ഇന്നലെ ബോംബ് വെച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാലും ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് സയോൺ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഹീജു ബാക്കിൽ കയ്യും കെട്ടി നിൽക്കുന്നത് കാണുന്നത്. ഹീജു നേരെ വന്ന് സയോന്റെ ഫോൺ വാങ്ങിയിട്ട് നീ എന്താ ഇവിടെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി, നീ ഹാക്കിങ് നോക്കാനെന്ന് പറഞ്ഞ് എന്നെ സ്പൈ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സയോൺ ചോദിക്കുന്നുണ്ട് എന്തേ നീ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ഹൈഡ് ചെയ്യാനോ? നീ എന്നെ സാങ്വുവിനെ സംശയിക്കുകയാണോ എന്നൊക്കെ ഹീജു ചോദിക്കുന്നുണ്ട്. അവൻ അങ്ങനത്തെ ആളൊന്നുമല്ല എന്ന് ഹീജു ടൈപ്പ് ചെയ്യുമ്പോൾ സയോൺ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് നിനക്ക് അവനെ അത്രയ്ക്ക് നന്നായിട്ട് അറിയുമോ? അപ്പോൾ എന്നെയോ? നമ്മൾ 20 വർഷത്തോളമായിട്ട് അറിയില്ലേ, നിനക്ക് എന്നെ എത്രത്തോളമായിട്ട് അറിയാം? എനിക്കും നിന്നെ അറിയുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് നിന്നെ അറിയില്ല എന്നൊക്കെ. നിനക്ക് അവനെ നല്ല ഫ്രണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അവൻ ഇന്നലെ വന്ന ഒരു തോൽവി മാത്രമാണ് എന്നും പറഞ്ഞ് സയോൺ അവിടെ നിന്ന് പോവുകയാണ്. ഹീജുവിനും അവളുടെ ഡയറക്ടർ മെസ്സേജൊക്കെ വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സെന്ററിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ്. സയോൺ എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാൻ പോവുകയാണ്, ഞാൻ ബിൽ പേ ചെയ്തോളാം എന്നൊക്കെ പോകുമ്പോൾ അതിനിടയ്ക്ക് സാങ്വുവിൻ്റെ ബിസിനസ് കാർഡൊക്കെ ചോദിച്ചു വാങ്ങുന്നുണ്ട്. ഹീജുവും എനിക്ക് സെന്ററിൽ അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഹീജുവും അവിടെ നിന്ന് പോവുകയാണ്. ഹീജുവിനെ എന്തിനാ വിളിച്ചതെന്ന് വെച്ചാൽ പ്രസിഡൻഷ്യൽ ഓഫീസിൽ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററിനെ ഹയർ ചെയ്യുന്ന നോട്ടീസൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഹീജുവിനെ അവരുടെ ഡയറക്ടർ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പൊ നിനക്ക് ഹാപ്പി ആയില്ലേ, നീ സയോന്റെ വലിയൊരു ഫാൻ ആയില്ലേ, ഇനി നിനക്ക് അവന്റെ കൂടെ ജോലി ചെയ്യാലോ എന്നൊക്കെ പറയുമ്പോൾ ഹീജു ഹാപ്പി അല്ലാതാണ് ഇരിക്കുന്നത്. ഡിവോഴ്സിന് ശേഷം ജോലി ചെയ്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ ഹീജു ചോദിക്കുന്നത് കേട്ട് ഡിവോഴ്സോ, നിന്റെ ഹസ്ബൻഡിന് അഫെയർ ഉണ്ടോ എന്നൊക്കെ ഡയറക്ടർ ചോദിക്കുന്നുണ്ട്. അഫെയർ ഒന്നുമില്ല, എന്നാലും ഞാൻ മരിക്കാനാണ് എൻ്റെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഹീജു പറയുന്നത് കേട്ട് അതൊന്നും സീരിയസ് ആയിട്ടൊന്നല്ല, ഹസ്ബൻഡ്സ് ഒക്കെ നീ മരിച്ചില്ലേ, നീ ഒന്ന് മരിക്കുകയോ എന്നൊക്കെ പറയുന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ ഡയറക്ടർ അവളെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്.
ഇനി സയോണൊക്കെ ഓഫീസിലെത്തിയപ്പോൾ നേരത്തെ ദോജയെ പിടിച്ച ആർസോണിസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദോജ സയോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയാൾ 2 ദിവസം മുമ്പ് ഏതോ ഒരാള് ഒരു മൃഗത്തെ, ഒരു കാറ്റിനെ കത്തിച്ചതൊക്കെ കണ്ടിരുന്നു എന്നും അതൊക്കെ കണ്ട് ദൂരെ ഒരു ചെക്കൻ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒരു പൂച്ചയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സൈക്കോപാത്ത് ആയിരിക്കും, അവനായിരിക്കും ചിലപ്പോൾ നമ്മളെ ഓഫീസിലൊക്കെ ബോംബ് വെച്ചത് എന്നൊക്കെ സയോൻ ദോജയോട് പറയുകയാണ്. കൂടാതെ സാങ്വുവിന്റെ ബിസിനസ് കാർഡ് ദോജയ്ക്ക് കൊടുത്ത് ഇവനെ കുറിച്ചിട്ട് എല്ലാ വിവരവും എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ദോജയ്ക്ക് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ദോജയ്ക്ക് സാങ്വുവിനെ അറിയാമായിരുന്നു. അങ്ങനെ സാങ്വുവിന്റെ യൂട്യൂബ് ചാനലൊക്കെ ദോജയെ സയോന് കാണിച്ചു കൊടുക്കുകയാണ്. സാങ്വു മിസ്റ്ററി കേസസും ക്രിമിനൽ സൈക്കോളജിയും ഒക്കെയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നതെന്നും വിമൻസിന്റെ ഇടയിൽ സാങ്വു പോപ്പുലർ ആണ് എന്നൊക്കെ പറയുന്ന കേട്ട് സയോൻ, അതെന്താ സ്ത്രീകളുടെ ഇടയിൽ അവൻ പോപ്പുലർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോ അവന്റെ ബോഡി കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് സാങ്വു വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ സയോന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സാങ്വുവിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് വേണം, നിനക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ അതൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞ് സയോൻ അവിടെ നിന്ന് പോവുകയാണ്. ഹീജു അവളുടെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഡയറക്ടർ പറഞ്ഞ കാര്യമാണ് അവൾ ഓർക്കുന്നത്. നിനക്ക് ഡൈവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ജോലി മേടിക്കുന്നത് അത്യാവശ്യമാണ്. ഒരു ജോലി ഇല്ലാതെ നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രസിഡൻഷ്യൽ ഓഫീസിൽ സൈൻ ലാംഗ്വേജറായിട്ട് ഇന്റർപ്രറ്ററായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ നിനക്ക് എവിടെയും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴാണ് അവളുടെ കാറൊക്കെ വരുന്നത്. അവൾ കാറിൽ കയറിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ ഷട്ടറൊക്കെ ക്ലോസ് ആവുകയാണ്. അവളുടെ കാറൊക്കെ മുകളിലേക്ക് പോവുകയും ഓട്ടോമാറ്റിക് ആയിട്ട് റേഡിയോയിലെ ചാനലൊക്കെ മാറുകയും ചെയ്യുന്നു. ഇത് യൂസ് ചെയ്യുന്ന കിഡ്നാപ്പറിന്റെ നമ്പറുള്ള യൂസർ ഐ ഡിയിൽ നിന്നും കോൾ മീ നൗ എന്ന പാട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് റേഡിയോയില് പാട്ടൊക്കെ പാടുകയാണ്. ഹീജു ഇതൊക്കെ കണ്ടും കേട്ടും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ആ ഷട്ടറൊക്കെ ഓപ്പൺ ചെയ്ത്, മാഡം നിങ്ങൾ പോയില്ലായിരുന്നു, നിങ്ങൾ പോയി എന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഹീജു അവളുടെ കാറൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവള് വീട്ടിലെത്തി ഫോണൊക്കെ ഓൺ ചെയ്ത്, ഈ ഫോൺ എന്റെ കയ്യിലുള്ളത് കിഡ്നാപ്പർ അറിഞ്ഞിട്ടുണ്ടാവും, ഞാൻ അയാളെ വിളിക്കണമെന്നൊക്കെ ആണോ കിഡ്നാപ്പറെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സയോൺ വീട്ടിലേക്ക് വരുന്നത്. ഇത്ര പെട്ടെന്ന് വന്നോ, ഇനി വിളിക്കുക എങ്ങനെയാ ചെയ്യാ എന്നൊക്കെ ഹീജു ഓർത്ത് നിൽക്കുമ്പോൾ അവൾ പുറത്തേക്ക് വരികയാണ്. സയോൺ അവളെ കണ്ട് അവിടെ ഫോണൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ട്രേസിംഗ് ഒന്നുമില്ല. നീ എവിടേക്ക് പോകുന്നെന്ന് ചോദിക്കുമ്പോൾ സ്റ്റോറിലേക്ക് എനിക്ക് ബീറും ഐസ്ക്രീമും വാങ്ങണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് സയോൺ തന്നെ വാങ്ങാനൊക്കെ പോകുന്നു. സയോൺ പുറത്തെത്തിയത് കണ്ട് ഹീജു കിഡ്നാപ്പറുടെ ഫോണിൽ നിന്നും സയോനെ കോൾ ചെയ്യുകയാണ്. ഞാൻ ഹീജുവിനെ ഡൈവേഴ്സ് ചെയ്തിട്ട് നിനക്ക് എന്താ കിട്ടുന്നേ എന്നൊക്കെ സയോൺ ചോദിക്കുമ്പോൾ, നീ അവളെ സ്നേഹം കൊണ്ട് കല്യാണം കഴിച്ചൊന്നുമല്ലല്ലോ, ഇപ്പോഴും നിനക്ക് അവളുടെ ഇഷ്ടമൊന്നുമില്ലല്ലോ, പിന്നെ നിനക്ക് അവളെ ഡൈവേഴ്സ് ചെയ്താൽ എന്താ എന്നൊക്കെ ഹീജു ചോദിക്കുന്നുണ്ട്. ഇപ്പോ സയോനും ഹീജുവും ഒരു ടേബിളിന്റെ മുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യമാണ് ഹീജു ഇമാജിൻ ചെയ്യുന്നത്. നിനക്ക് അവളുമായിട്ട് എന്താ റിലേഷൻ? ഞാൻ അവളെ നിനക്ക് തരുന്നു നീ ഒരിക്കലും വിചാരിക്കണ്ട. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഹീജുവിനെ നിനക്ക് തരുന്നു നീ വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ സ്വപ്നം കണ്ടിരുന്നാൽ മതി. ഇന്നത്തെ കോൾ ഇവിടെ എൻഡ് ചെയ്യാം. ഹീജു ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് സയോൺ കോൾ കട്ട് ചെയ്ത് പോവുകയാണ്. ഇവനെന്താ ഡിവോഴ്സ് തീരെ തരാത്ത എന്നൊക്കെ ഹീജു ഓർത്തിരിക്കുന്നുണ്ട്. അങ്ങനെ സയോൺ വീട്ടിലെത്തി ഹീജുവിന് കവറൊക്കെ കൊടുത്തതിന് ശേഷം, ഞാൻ നിനക്ക് ഡിവോഴ്സ് ഒന്നും കൊടുക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ട് ഹീജു ഞെട്ടുന്നുണ്ട്. ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇനി ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ എന്റെ അടുത്തുനിന്ന് ഡിവോഴ്സ് ഒന്നും കിട്ടില്ല, എന്റെ പേര് ഒന്നിലേക്ക് വലിച്ചെടുക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ സയോൺ പറഞ്ഞു കേട്ട്, ഓ അതുകൊണ്ടാണ് അവൻ ഡിവോഴ്സ് തരാത്തെ എന്നൊക്കെ ഹീജു ഓർക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രറ്ററായിട്ട് ആവശ്യമുള്ള നോട്ടീസൊക്കെ നിനക്ക് കിട്ടിയില്ലേ എന്നൊക്കെ സയോൺ ചോദിക്കുമ്പോൾ, ഞാൻ ഈ ജോലി വാങ്ങിയാൽ എന്റെ ഫേസും നെയിമും ഒക്കെ ഈ ലോകം ഫുള്ളും അറിയും, പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ നീ നേരിടാൻ തയ്യാറാണോ എന്നൊക്കെ ഹീജു കോൺഫിഡൻറ്റോട് ചോദിക്കുന്നത് കേട്ട്, നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ആണോ, അതിന് മാത്രം എക്സ്പീരിയൻസ് ഒന്നും നിനക്ക് ഇല്ലല്ലോ എന്നൊക്കെ സയോൺ ചോദിക്കുന്നുണ്ട്. ഇതിന് എക്സ്പീരിയൻസിന്റെ ആവശ്യമൊന്നുമല്ല, നീ എന്താ ചിന്തിക്കുന്നതെന്നും എന്താ പറയാൻ പോകുന്നതെന്നും നിന്റെ എക്സ്പ്രഷൻ കണ്ടാൽ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ ഹീജു പറയുമ്പോൾ, ആണോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് നീ പറ. ആ കിഡ്നാപ്പർ എന്റെ ഓഫീസിൽ വന്ന് ബോംബ് വെച്ചു, അയാൾക്ക് നിന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാം, ഇതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്താ ആലോചിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് സയോൺ അവിടെ നിന്ന് പോകുന്നുണ്ട്.
സയോൻ പോയത് കണ്ട് ഇവനിതെവിടേക്ക് പോകുന്നേ എന്ന് പറഞ്ഞ് ഹീജു അവനെ ഫോളോ ചെയ്തു പോകുമ്പോൾ സയോനാണെങ്കിൽ ഹീജുവിന്റെ ബെഡിൽ വന്ന് കിടക്കുകയാണ്. കിടക്ക് എന്ന് സയോൻ പറയുമ്പോൾ ഹീജു ഇവനെ തന്നെ ഇവനെന്താ വട്ടാണോ എന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഹീജു അവിടെ തന്നെ നിൽക്കുന്ന കണ്ട് എന്നാ നീ അവിടെ നിന്നോ എന്ന് പറഞ്ഞ് സയോൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഹീജു ലൈറ്റ് ഒക്കെ ഇടുന്നുണ്ട്. ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചിട്ടാണെങ്കിൽ അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, എനിക്ക് ചെയ്യണമെങ്കിൽ നീ എന്നേ ചെയ്യായിരുന്നു, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറെ വർഷമായിരുന്നു, നീ മറക്കണ്ട എന്നൊക്കെ സയോൺ പറഞ്ഞിരുന്നു. ഇനി അതല്ല, നീ എന്നെ എന്തെങ്കിലും ചെയ്യുന്ന പേടിച്ചിട്ടാണെങ്കിൽ നീ അടുത്തേക്ക് വരണ്ട, നീ അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞ് സയോൺ കിടക്കുന്നു. ഇത് കേട്ട് ഹീജു അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് സയോൺ എടുത്ത് പോയിട്ട് അവന്റെ തലയിൽ നിന്ന് തലയണ വലിച്ചു വാങ്ങി അവൾ അവിടെ തന്നെ കിടക്കുന്നു. എന്റെ ഓഫീസ് വരെ ആ കിഡ്നാപ്പർ വന്നു, അതുകൊണ്ട് ഈ വീടും സേഫ് അല്ല, ഒന്നും ആലോചിക്കാണ്ട് ഇന്ന് നന്നായിട്ട് ഉറങ്ങിക്കോളും. അന്ന് നടന്ന ഇൻസിഡന്റ് ഒക്കെ മറന്നേക്ക്, അന്ന് നടന്ന കാർ ആക്സിഡന്റും അന്ന് നീ എന്തൊക്കെയാണ് കേട്ടത് അതെല്ലാം ഒരു ചീത്ത സ്വപ്നം പോലെ മറന്നേക്ക് എന്നൊക്കെ സയോൺ പറയുന്നു. ഹീജു ഉറങ്ങിയതിനു ശേഷം സയോൺ റൂമിൽ നിന്നൊക്കെ പോകുന്നുണ്ട്. ഹീജു അവളുടെ ചെറുപ്പത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ സ്വപ്നം കാണുകയാണ്. അവളുടെ അമ്മ അവളുടെ അടുത്തിരുന്ന് കരയുന്നൊക്കെ ഉണ്ട്. അവൾ എഴുന്നേറ്റ് അമ്മയെന്ന് വിളിക്കുമ്പോൾ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നേ, നിനക്ക് മാത്രം ഒന്നും പറ്റാത്തത്, ചെയർമാന്റെ സ്വന്തം മകൾക്കാണെങ്കിൽ കേൾവി ശക്തി നഷ്ടപ്പെട്ടു, അയാളുടെ മകനാണെങ്കിൽ മരിക്കുകയും ചെയ്തു, നിനക്ക് മാത്രം ഒന്നും പറ്റാത്തത്, നീ എങ്ങനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളോട് നല്ല ചൂടാവുകയാണ്. ഹീജു ഇത് കേട്ട് ഉറക്കെ കരയുമ്പോൾ അമ്മ അവളുടെ വായൊക്കെ പൊത്തി പിടിക്കുകയാണ്. നീ ഇനി സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ഈ ആക്സിഡന്റ് ഷോക്കിൽ നിനക്ക് നിന്റെ സൗണ്ട് പോയി, നിനക്ക് നിന്റെ സൗണ്ട് എങ്കിലും സാക്രിഫൈസ് ചെയ്തൂടെ, ചെയർമാൻ നമ്മളോട് സിമ്പിൾ തോന്നിയാൽ മാത്രമേ നമ്മളെ അവിടെ നിർത്തുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് ഇനി നീ സൗണ്ട് ഉണ്ടാക്കരുത്, ഇനി നീ ആരോടും മിണ്ടരുത് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ വായൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹീജു ഇപ്പോഴും സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ മിണ്ടാതെ റൂമയെ പോലെ ജീവിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് പേടിച്ചുകൊണ്ടാണ് ഹീജു രാവിലെ എഴുന്നേൽക്കുന്നത്. സയോനും അവന്റെ ഫ്രണ്ട് ഹോഗ്ജിനും കൂടി ഗെയിം ഒക്കെ കളിക്കുമ്പോൾ നീ അന്ന് പറഞ്ഞ കാര്യം എന്തായി, നിന്റെ ആ ഫ്രണ്ടിന്റെ കാര്യം, അയാളുടെ വൈഫിന് നേരിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചെന്ന് പറഞ്ഞില്ലേ, അത് നിന്റെ ഫ്രണ്ട് ചെക്ക് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സയോൺ ഇല്ല, അവൻ ചെക്ക് ചെയ്യേണ്ട തോന്നി എന്ന് പറയുന്നു. ഇത് കേട്ട് അവൻ എന്താളാണ്, വേറെ ആരെങ്കിലും ആണെങ്കിൽ നീ ആളുടെ കൂട്ടിയിട്ട് കിടന്നേ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ചെക്ക് ചെയ്യുമായിരുന്നു എന്ന് ഹോഗ്ജിൻ പറഞ്ഞു കേട്ട് സയോൺ എന്റെ ഫ്രണ്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊരു അർത്ഥമേ ഉള്ളൂ, അവൻ അവന്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇത് കേട്ട് സയൻ ഒന്നും പറയുന്നില്ലെങ്കിലും സയൻ എന്തോ ഒന്ന് മനസ്സിലാലോചിക്കുന്നൊക്കെ ഉണ്ട്. ഇനി ഹീജുവിന്റെ അച്ഛനെ അവിടുത്തെ നേഴ്സ് അവിടെയൊക്കെ ചുറ്റി കറക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് എടുക്കാൻ മറന്നു, ബ്ലാങ്കറ്റ് എടുത്ത് വരാമെന്ന് പറഞ്ഞ് അച്ഛനെ അവിടെ ഇരുത്തി നേഴ്സ് പോകുന്നു. അവിടേക്ക് ആരോ ഒരാൾ വന്ന് ഹീജുവിന്റെ അച്ഛന്റെ ചെയറിലൊക്കെ പിടിക്കുന്നുണ്ട്. അയാൾ കറുത്ത ഗ്ലൗസ് ഒക്കെ ഇട്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് സയോൺ ഒരു മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നതാണ്. ഹീജുവിന്റെ അച്ഛന്റെ അടുത്ത് വന്നത് കിഡ്നാപ്പർ തന്നെയായിരുന്നു. അയാൾ ഹീജുവിന്റെ അച്ഛന്റെ മേലെ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് ചോളം വിളിച്ചുകൊണ്ട് ഹീജുവിന്റെ അച്ഛനെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ഹീജുവിന്റെ ഫോണിലേക്ക് അച്ഛൻ്റെ ഒരു വീഡിയോ കോൾ ഒക്കെ വരുന്നുണ്ട്. അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നു എന്നൊക്കെ ഓർത്ത് ഹീജു കോൾ അതിൽ ചെയ്യുമ്പോൾ കിഡ്നാപ്പറാണ് സംസാരിക്കുന്നത്. ചേച്ചി എന്ന് വിളിച്ചാണ് കിഡ്നാപ്പർ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഹീജു നന്നായിട്ട് പേടിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ ഫോണ് ചേച്ചിയുടെ കയ്യിലില്ലേ, ചേച്ചി നന്നായിട്ട് യൂസ് ചെയ്യുന്നില്ലേ, എന്തിനാണ് ചേച്ചി ഫോൺ യൂസ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിൽ ആ ഫോണിന് വേണ്ടി ഞാൻ ഇപ്പം തന്നെ വരും എന്നൊക്കെ പറയുമ്പോൾ ഹീജു പറയുന്നുണ്ട് എനിക്ക് ഡിവോഴ്സിന് വേണ്ടിയാണ് എന്ന്. ഇത് കേട്ട് ചിരിച്ച് കിഡ്നാപ്പർ അത് കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ആ ഫോൺ ചേച്ചി തന്നെ വെച്ചു, നമ്മളെ രണ്ടുപേരുടെയും എയിം ഒന്ന് തന്നെയാണ്, ചേച്ചി ഡെയിലി സയോനെ വിളിക്കണം, നടുക്ക് വെച്ച് ബാക്ക് ആവാനും നിൽക്കരുത്, അഥവാ ബാക്ക് ആവുകയാണെങ്കിൽ എന്നും പറഞ്ഞ് ഒരു ക്ലോത്തില് ബ്ലഡ് പുരണ്ട പല്ലുകളൊക്കെ ഹീജുവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഹീജു അതൊക്കെ കണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഹീജു അപ്പൊ തന്നെ ഓടി അവളുടെ അച്ഛനെ കാണാനൊക്കെ വരുന്നുണ്ട്. അവിടെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒക്കെ എത്തിയിരുന്നു. അവൾക്ക് അവളുടെ അച്ഛനെ കണ്ടിട്ടും അവളുടെ സമാധാനമാവുന്നില്ലായിരുന്നു. ഞാൻ ഒന്ന് മാറിയപ്പോഴേക്കും അച്ഛനെ കാണാതായതാണ്, സോറി എന്നൊക്കെ അവർക്ക് നേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് അച്ഛന് ബോധം വരികയാണ്. അച്ഛൻ പറയുന്നത് ആ കിഡ്നാപ്പർ പറഞ്ഞ വാക്കായിരുന്നു.
ചേച്ചി അവനെ കോൾ ചെയ്യെന്ന്. ഇത് കേട്ട് ഹീജു ആകെ തകർന്ന് അവിടെ വീഴുകയാണ്. ആ 2 പോലീസ് ഓഫീസേഴ്സ് അവളോട് ആ പല്ലിനെ കുറിച്ച് പറയുകയാണ്. അച്ഛന് കുഴപ്പമില്ലാത്തതിനാൽ ഈ പല്ല് അച്ഛന്റെ ആയിരിക്കില്ല, എന്നാൽ ഞങ്ങളുടെ കൂടെ വന്ന് ഒരു കേസൊക്കെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞ് അവളെയും കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴി അവരുടെ കാറിലെ റേഡിയോ ഒക്കെ വർക്കാവാതെ ചാനലൊക്കെ മാറി നിൽക്കുമ്പോൾ ഹീജുവിന് കിഡ്നാപ്പർ പറഞ്ഞ കാര്യമൊക്കെയാണ് ഓർമ്മ വരുന്നത്. അവൾ വൊമിറ്റ് ചെയ്യാനൊക്കെ വന്ന് കാറിന് ഡോറൊക്കെ തുറക്കുമ്പോൾ അവർ കാറൊക്കെ സൈഡാക്കി ഹീജുവിന് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. ഹീജു പുറത്തെത്തി നിലത്തിരുന്ന് നന്നായിട്ട് കരയുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്കൊരു കാര്യവും നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും എന്താ എനിക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നത്, ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് ഹീജു ചങ്ക് പൊട്ടി അവളെ നിന്ന് കരയുന്നുണ്ട്. അവിടേക്ക് പോലീസ് എസ്കോർട്ടോട് കൂടി ഒരു കാറൊക്കെ വരുമ്പോൾ ആ ഓഫീസേഴ്സ് ഇവരെന്താ നമ്മുടെ നേരത്തെ വരുന്നത്, നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തോ എന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോൾ ആ കാറിൽ നിന്ന് സയോൺ ഇറങ്ങി വരികയാണ്. അവനെ കണ്ട് ഇവർ 2 പേരും ഷോക്കായി നിൽക്കുന്നുണ്ട്. സയോൺ നേരെ അവരുടെ അടുത്ത് വന്ന്, ഇനി നിങ്ങൾക്ക് പോകാം, ഞാൻ കുറച്ച് കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്നിട്ട് ഫയലൊക്കെ റിപ്പോർട്ട് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഒരു ഓഫീസർ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ റിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു ഫാമിലിയാണ് എന്ന് സയോൺ പറയുന്നുണ്ട്. എന്നിട്ട് ഹീജുവിനെ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ച് ഇവൾ എൻ്റെ വൈഫാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഹീജു ഷോക്കായി സയോണെ നോക്കുകയാണ്. കാരണം ഇവരുടെ മാരേജ് കഴിഞ്ഞ് 3 വർഷമായെങ്കിലും സയോൺ ആദ്യമായിട്ടാണ് അവളെ തൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് ഒരാളോട് പരിചയപ്പെടുത്തുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.